ഹായ് നമസ്കാരം പ്രിയപ്പെട്ടവരെ. അങ്ങനെ ഒന്നിൽ കൂടുതൽ ഭീഷണികളാണ് എൻ്റെ കമന്റ് ബോക്സിൽ ഓരോ ദിവസവും വന്നുകൊണ്ടിരിക്കുന്നത്. സുരേഷ് മാധവ് എന്ന് പറയുന്ന ഈ ഒന്നാന്തരം സംഖ്യവാണം ഇവനിപ്പോ എനിക്ക് ഇട്ടിരിക്കുന്ന ഒരു കമന്റ് ആണ് കേട്ടോ. എടാ സുഡാപ്പി താ, നിന്നെ തീഹാറിലയക്കും ഉറപ്പാണ്. സത്യമാണ് കേട്ടോ. കാരണം ഇവർക്ക് തീഹാറിലോ അല്ലെങ്കിൽ അതിലും വലിയ ഏതെങ്കിലും ജയിലുണ്ടെന്നുണ്ടെങ്കിൽ അവിടെ നമ്മളെ പിടിച്ചുകൊണ്ടിടാൻ സാധിക്കും. കാരണം രാജ്യം ഭരിക്കുന്നത് അവരാണല്ലോ. പക്ഷെ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ കുറിച്ചിട്ടോ രാജ്യത്തിന്റെ സുരക്ഷാ സംവിധാനങ്ങളെ കുറിച്ചിട്ടൊന്നും ഒറ്റുകൊടുത്ത് ജീവിച്ചിട്ടുള്ള ഒരു പാരമ്പര്യം എനിക്കോ എൻ്റെ പൂർവികന്മാർക്കോ ഇല്ല. അതൊക്കെ ഉള്ളത് നിന്നെപ്പോലെ രാജ്യസ്നേഹം വിളമ്പി ഇങ്ങനെ വന്നിരുന്നോണ്ട് കാര്യം പറയുമ്പോൾ കൊണയടിക്കുന്ന നായ്ക്കൾക്കാണ് കേട്ടോ. ഈ രാജ്യത്തിന്റെ സുരക്ഷയെക്കുറിച്ച് ശത്രുരാജ്യമായിട്ടുള്ള പാകിസ്ഥാന് ചോർത്തി കൊടുക്കുക, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയെ വധിക്കുമെന്ന് പറയുക, ഇതൊക്കെ ചെയ്യാൻ പറ്റുന്നത് അണ്ടിമുക്കി ശാഖയിൽ പഠിച്ച് വിരിഞ്ഞിറങ്ങിയിട്ടുള്ള മൂട്ടക്കുഞ്ഞുങ്ങളായിട്ടുള്ള നിന്നെപ്പോലുള്ള മരവാണങ്ങൾക്ക്. അല്ലാതെ ഈ രാജ്യത്തിനെതിരെയോ രാജ്യത്തിന്റെ സുരക്ഷയ്ക്കെതിരെയോ രാജ്യത്തിന്റെ പ്രധാനമന്ത്രിക്കെതിരെയോ ഒന്നും ഇന്നേ വരെ ഒരു കൊലവിളിയും ഞങ്ങൾ നടത്തിയിട്ടില്ല. സംഘപരിവാർ കാണിക്കുന്ന തെമ്മാടിത്തരങ്ങൾ ചൂണ്ടിക്കാണിക്കുമ്പോൾ ആശയത്തെ ആശയപരമായി എടുക്കാൻ പറ്റാത്തതിൻ്റെ ഒരു രോധനമാണ് നീയൊക്കെ ഈ കമന്റ് ബോക്സിൽ വന്നിരുന്നുണ്ട് ഇങ്ങനെ തൂറി മെഴുകുന്നതെന്നുള്ളത് എനിക്ക് നന്നായിട്ട് മനസ്സിലാവുന്നുണ്ട്. പിന്നെ മറ്റൊരു മഹാവേന്ദ്രനുണ്ട് കേട്ടോ, ജയചന്ദ്രൻ നായർ. ഇവന്റെ പേര് അങ്ങനെയാണ്. അവനിട്ടിരിക്കുന്നത് പോടാ മറ്റവനെ, അതായത് വീട്ടില് ഭാര്യയും മക്കളെ അഭിസംബോധന ചെയ്യുന്ന രീതിയിലാണ് നമ്മളെ വന്ന് വിളിക്കുന്നത്. പിന്നെ ഒരു ബാബു, എടാ മുക്കാൽ മോനെ, മുക്കാലിനുണ്ടായിട്ടുള്ളതാണ് ബാബു. അതുകൊണ്ടാണ് മുക്കാല് എന്ന് കേൾക്കുമ്പോൾ ബാബുവിന് വല്ലാത്തൊരു ഊത്തലും ചൊറിച്ചിലൊക്കെ എടുക്കുന്നത്. എന്താണെങ്കിലും ഒരുപാട് സന്തോഷമുള്ളൊരു വാർത്തയാണ് ഇന്ന് നമ്മൾ കേട്ടതല്ലേ. ധർമ്മേന്ദ്ര പ്രതാപ് രാജിവെച്ചു എന്നുള്ളൊരു വാർത്ത. സത്യത്തിൽ ഇയാൾ രാജിവെച്ചു എന്ന് പറഞ്ഞപ്പോഴത്തേക്ക് എൻ്റെ മനസ്സിലേക്ക് പെട്ടെന്ന് ഓടി വന്നത് നമ്മുടെ ലസിത പാലക്കൽ അമ്മായില്ലേ, കഴിഞ്ഞ 3-4 ദിവസമായിട്ട് കൂറകളെ അധിക്ഷേപിച്ചുകൊണ്ടുള്ള വീഡിയോ. അതായത് പാറ്റകൾ എന്ന് പറയുന്ന ഇവന്മാര് ഒരു പുല്ലും ഇവിടെ ചെയ്യാൻ പറ്റത്തില്ല, രാജ്യത്തിന്റെ പ്രധാനമന്ത്രിയും രാജ്യത്തിന്റെ ആഭ്യന്തരമന്ത്രി അമിത്ഷായൊക്കെ ഉള്ളിടത്തോളം കാലം നിന്റെ ഒന്നും ഈ പണി ഇവിടെ നടക്കത്തില്ലെന്നാണ് പറഞ്ഞ. അപ്പൊ നമ്മുടെ അമ്മായി പറഞ്ഞിട്ടുള്ള ആ ഒരു വീഡിയോ നമുക്ക് ആദ്യം ഒന്ന് കണ്ടതിന് ശേഷം ലേറ്റസ്റ്റ് ആയിട്ട് വന്നിട്ടുള്ള ഈ ഒരു വീഡിയോയും കൂടെ ഒന്ന് കാണാം കേട്ടാ. നിങ്ങൾ ആരും ചിരിക്കരുത്. അമ്മായിക്ക് അങ്ങനെ സങ്കടം കയറി എന്തെങ്കിലും ആയിപ്പോയി കഴിഞ്ഞാൽ അതെ നമ്മൾ ഉത്തരവാദിയല്ല. അമ്മായി ഇവിടെ ഉണ്ടല്ലോ അല്ലേ, അറിഞ്ഞല്ലോ കാര്യങ്ങളൊക്കെ. ചേട്ടായി രാജിവെച്ചിട്ടുണ്ട്. നിരാഹാരം അവസാനിപ്പിച്ചതായിട്ട് അറിയിക്കുന്നു. പാറ്റകളുടെ പ്രധാനപ്പെട്ടവൻ ചോ ആണെന്ന് തോന്നുന്നു, ചാച്ചോച്ചൂല അങ്ങനെ എന്തോ പേരാണ്. നിരാഹാരം അങ്ങ് അവസാനിപ്പിച്ചിട്ടുണ്ട്. ഇനി ആര് നിരാഹാരം കിടക്കും? ജമാഅത്തെ ഇസ്ലാം, സുഡാപ്പികൾ കിടക്കണേ. കേരളത്തിൽ നിന്ന് ഒരുപാടാണ് അങ്ങ് പോയിട്ടുണ്ട്. എന്തു പറഞ്ഞിട്ട്? നീറ്റ് പരീക്ഷയുടെ പേരും പറഞ്ഞിട്ട് പഠിക്കാത്ത ജന്മങ്ങളാണ് അവിടെ പോയിട്ട് സമരത്തിനിരിക്കുന്നത്. നീറ്റ് പരീക്ഷയുടെ എന്താണെന്ന് പോലും അറിയില്ല, നീറ്റ് എന്താണെന്ന് പോലും അറിയാത്ത കുറെ ലവണന്മാർ അവിടെ പോയിട്ട് കിടക്കുന്നുണ്ട്. അവരോട് കൂടി പറയുന്നതാണ്. നീറ്റ് പരീക്ഷ എന്ന് നല്ലവണ്ണം പറയാൻ പോലും നാക്ക് വഴങ്ങാത്ത ലെവല് നീറ്റ് പരീക്ഷയെ കുറിച്ച് പറയുന്നത് നിങ്ങൾ കേട്ടാ? നീറ്റ് പരീക്ഷ എന്താന്ന് പോലും അറിയാത്ത കുറെ ആളുകളാണ് അവിടെ പോയി കിടക്കുന്നത് സമരം ചെയ്യാൻ വേണ്ടിയേ. എന്താ ഞാൻ ഇതിനൊരു മറുപടി പറയേണ്ടത്? നേരാവണ്ണം നാക്ക് പഠിച്ചാൽ പോലും ഇവക്ക് നീറ്റ് പരീക്ഷ എന്ന് കറക്റ്റായിട്ട് ആ പ്രൊണൗൺസിയേഷൻ പറയാൻ പോലും പറ്റത്തില്ല. കാരണം പറയുന്നത് എന്താണെന്ന് ഇവക്ക് പോലും ബോധമില്ല. 1.5 കിലോ പുട്ടിയും വാരിയിട്ട് രാവിലെ വന്നിട്ട് ഈ സോഷ്യൽ മീഡിയ ഇരുന്നുകൊണ്ട് അവരെ മത വിദ്വേഷം പറഞ്ഞിങ്ങനെ കൊണയടിക്കലല്ലാതെ. കേട്ടോ കേരളത്തിലെ മുഖ്യമന്ത്രിയല്ല, അവിടെ നല്ല അടിപൊളി പ്രധാനമന്ത്രിയുണ്ട് നരേന്ദ്രമോദി. നിങ്ങൾ നരേന്ദ്രമോദി മൗനം പാലിച്ചിട്ടുണ്ടെങ്കിൽ നിങ്ങളുടെ ഇടയിലും ഉണ്ടാവും പോലീസുകാര്. നല്ല അടിപൊളിയായിട്ട് നിങ്ങളെ വാച്ച് ചെയ്യുന്ന കുറെ. നിങ്ങൾ വിചാരിച്ചോ ഒന്നുമില്ലാതെ വെറുതെ ഇരിക്കുമെന്ന് നിങ്ങൾ വിചാരിച്ചോ? ഒന്നുമല്ല. നിങ്ങളെ ഫോട്ടോസും നിങ്ങളെ വീഡിയോസും ഒക്കെ അവിടെ സേഫ് ആയിട്ടുണ്ട്. കാരണം ആരൊക്കെയാണ് ഈ ഒരു തീവ്രവാദികൾക്ക് സപ്പോർട്ട് കൊടുക്കുന്നത് എന്നുള്ളതിൽ ജസ്റ്റ് ഒരു ഉദാഹരണം മാത്രമാണ്. ഇനിയിപ്പോ നിങ്ങൾക്ക് ഇതും മനസ്സിലായിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ഒരുവിധ മുസ്ലിംസ് ഒക്കെ നരേന്ദ്രമോദിക്ക് എതിരാണ് എന്നുള്ളത് നല്ലോണം മനസ്സിലായി. എന്തുകൊണ്ടാണെന്നറിയുക? ഈ കമന്റിന്റെ അടിയിൽ വരുന്നത് ഒരു പ്രത്യേക മതവിഭാഗങ്ങൾ മാത്രമാണ്. അത് നിങ്ങൾ നോക്കിയാൽ മതി. ഒന്നിക്കൽ ദീപു എന്ന് പറയുന്ന ഫേക്കിൽ വന്നിട്ട് ഈ മുസ്ലിംസ് ആയിരിക്കും പറയുന്നുണ്ടാവുക. ശിവരൊന്നല്ല. ഇന്നലെ പയ്യന്നൂർ പ്രതിഷേധം നടന്നിട്ടുണ്ടായിരുന്നു. കുറെ ബുർക്കയോട്ടിട്ട് പെണ്ണുങ്ങളൊക്കെ ഇറങ്ങിയിട്ട് നരേന്ദ്രമോദി രാജിവെക്കുക. എവിടെയാണ് രാജിവെക്കുക? ഒരു കുന്തവും നടക്കൂല. നരേന്ദ്രമോദി നല്ല അടിപൊളിയായിട്ട് ഭരിക്കും. നിങ്ങൾക്കൊക്കെ പേടിയുണ്ടല്ലേ? പഴയ CA വന്നതുകൊണ്ട് ഇങ്ങനെ ഒരു അരാജകത്വം ഉണ്ടായിട്ടുണ്ടായിരുന്നു അന്ന്. ആ സമയത്ത് എന്തൊക്കെയായിരുന്നു വീടുകളിൽ പോയിട്ട് പറഞ്ഞത്. അതേ അവസ്ഥയാണ് ഇന്ന് ഇവിടെ കാണിക്കുന്നത് കൂറ പാർട്ടിയുടെ നേതൃത്വത്തിൽ. ഈ കൂറ പാർട്ടിയുടെ നേതാവിനോട് ഏതോ ഒരാൾ കൊട്ടേഷൻ കൊടുത്തതാണ് സാധ്യത. കാരണം അതിപ്പോ കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാവും. എന്ത് തന്നെ ആയാലും ഈ കൂറ പാർട്ടിയോടും അതുപോലെ തന്നെ കൂറ പാർട്ടിക്ക് സപ്പോർട്ടായിട്ട് ജമാഅത്തെ ഇസ്ലാമി, കോൺഗ്രസ്, CPM. അതിന്റെ ഇടയിൽ എനിക്കൊരു കാര്യം ചിരി വന്നതെന്ന് വെച്ചാൽ കേരളത്തിൽ ഇട്ടാവട്ടത്ത് മാത്രം CPM ഉണ്ട്. ഇട്ടാവട്ടത്ത് കേരളം മാത്രം ഭരിക്കുന്നത്. അപ്പൊ കേരളത്തിൽ നിന്ന് അങ്ങ് പോയി കഴിഞ്ഞു കഴിഞ്ഞാൽ ആരും ഇല്ല CPM-ന് മുന്നോട്ടയല്ലേ. അപ്പൊ ആരപ്പരം കൂടി? കോൺഗ്രസ്സുകാരപ്പരം കൂടി. എന്താ ലുട്ടാപ്പിന്റെയും ബ്രിട്ടാസിന്റെയും ഒക്കെ കാണുന്നതെന്ന് നമുക്ക് ചിരിയാ വരുന്നത്. പിന്നെ നിങ്ങൾ കുറച്ച് ചിരിക്കുന്നേ. നിങ്ങൾക്കല്ലേ ചിരിക്കാൻ. ചിരി ആരോഗ്യത്തിന് നല്ലതാണ്. ഇവറ്റകളുടെ ഈ ഒരു കാര്യം കാണുമ്പോ കഴുത കരഞ്ഞ് തീർക്കൂലേ? അതുപോലത്തെ അവസ്ഥയാണ്. എന്തായാലും കാണാം.
ചിരി ആരോഗ്യത്തിന് നല്ലതാ. അമ്മച്ചി നന്നായിട്ട് നിങ്ങൾ ചിരിച്ചോ. ഇനിയേ സംഭവം അമ്മച്ചി ഇതൊന്നും അറിഞ്ഞില്ലെന്ന് വന്ന് ആശാൻ രാജിവെച്ചല്ലോ. ഇനിയിപ്പോ വേറൊരു രൂപത്തിൽ, അപ്പൊ നമ്മളിപ്പോ കണ്ട രൂപമല്ല, വേറൊരു രൂപത്തിൽ പേടിക്കാതിരിക്കണമെന്നുണ്ടെങ്കിൽ ഒന്ന് കണ്ണടച്ചിട്ട് നോക്കിക്കോളൂ. ചേച്ചി എന്താ പറയുന്നത് നോക്കിയോ. വിഷയം നീറ്റ് എക്സാം വിദ്യാർത്ഥികൾക്ക് വേണ്ടി CJP സമരം. പക്ഷേ നീട്ടി വിളിയെന്ന ബോലോ തക്ബീർ, ആർട്ടിക്കിൾ 370 പിൻവലിക്കുക, ഇതൊക്കെയാണ് ഇവറ്റകളുടെ ലക്ഷ്യം. പിന്നെ ഏത് ഒരുത്തനുണ്ടല്ലോ ജയിലില്, അയാളെ ഒരുത്തനെ പുറത്തു വിടാനും. സംഭവല്ലേ. നീറ്റ് എക്സാമിന്റെ പേരും പറഞ്ഞിട്ട് ഇവറ്റകളെ കൂടെ കൂടിയ ജമാഅത്തെ ഇസ്ലാമി, സുഡാപ്പി, കോൺഗ്രസ്, CPM ഇവരുടെയൊക്കെ ലക്ഷ്യം എന്താണ് എന്നുള്ളത് കുറച്ച് ദിവസങ്ങൾ കൊണ്ട് മനസ്സിലാവും. അത് മനസ്സിലാക്കണമെന്നാണ് എന്റെ ഒരു അഭിപ്രായം. എല്ലാവരും കരുതിയിരിക്കുക. കാരണം ഇവറ്റകൾ എല്ലാവരും ഒന്നായി. ഇനി BJP ഒറ്റക്കെട്ടായിട്ട് എന്താണ് ചെയ്യാന്നുള്ളത് നമുക്ക് കാണാം, അല്ലെ? എന്തായാലും നരേന്ദ്രമോദി മക്കളെ മുട്ടും മടക്കില്ല. നരേന്ദ്രമോദി ജനങ്ങളിലെ നമ്പർ 1 മനസ്സിലായിനാ? നീയൊക്കെ എന്തൊക്കെ ചെക്ക് കളിച്ചു കഴിഞ്ഞാലും ഒരു കുന്തവും നടക്കൂല. CJPയുടെ പതനം ഇപ്പൊ അടുത്തുണ്ടാവും. കാരണം അവനെ ഒന്ന് കൊടഞ്ഞാ മതി, എന്ത് പുറത്തു വരും, ഛർദിക്കും ഉള്ളിലുള്ള കാര്യങ്ങൾ വരെ. ആരാണ് ഇവനെ ഒത്താശ ചെയ്തത്? ആരാണ് ഇത്രയും അധികം പൈസ, അതായത് ഈ ഒരു സോഷ്യൽ മീഡിയയിലൂടെ വളർന്ന പാർട്ടി ആയിരുന്നില്ല. ഇവർക്ക് എങ്ങനെയാണ് ഇതിന്റെ സ്രോതസ്? ഇത്രയും പേർക്ക് ഭക്ഷണം അവിടെ എങ്ങനെ എത്തുന്നു? ഇതൊക്കെയാണ് ഇനി അറിയാൻ പോകേണ്ടത്. ഇതൊക്കെ അറിഞ്ഞു വരുമ്പോഴേക്ക് കുറെ എണ്ണം അങ്ങ് മുങ്ങാന്ന് വിചാരിക്കണ്ട കേട്ടോ അലവലാദികളെ. നമ്മുടെ അലവലാതി തള്ളേ, ഇതൊക്കെ എങ്ങനെയാണ് അവിടെ വന്നതെന്നും എങ്ങനെയാണ് ഈ കുട്ടികൾക്ക് ഇത്രയും സപ്പോർട്ട് കിട്ടിയെന്നൊക്കെ അറിയണമെന്നുണ്ടെങ്കിലേ തലയ്ക്കകത്ത് ചാണകം പോരാ, നല്ല മനുഷ്യരെ തലച്ചോറ് വേണം. ആ തലച്ചോറ് വെച്ച് ചിന്തിച്ചു കഴിഞ്ഞാൽ മനസ്സിലാകും കേട്ടോ. നിന്നെപ്പോലുള്ള സംഗിണികൾക്കും കുറെ സംഖ്യ പൊട്ടന്മാർക്കും ഈ തലച്ചോറ് ഇല്ലാത്തത് കൊണ്ട് ഇങ്ങനല്ലേ പറയാൻ പറ്റത്തുള്ളൂ. എന്തായാലും നിങ്ങൾ ചിരിച്ചോ കേട്ടാ. സംഭവങ്ങളൊക്കെ നിങ്ങൾ അറിഞ്ഞു കാണുമല്ലോ അല്ലേ. ചേച്ചിയെ, നമ്മുടെ ചേട്ടായി അങ്ങോട്ട് രാജിവെച്ചു എന്നല്ല, നമ്മുടെ പാറ്റകളില്ലേ ഒന്നിനും കൊള്ളാത്ത കൂറകള്, അവര് മുട്ടുമടക്കിച്ചു എന്ന് വേണം പറയാൻ. ഇനി ഇയാളെങ്ങാനും രാജിവെച്ചില്ല എന്നുണ്ടെങ്കിൽ അടുത്ത ഘട്ടം അമ്മച്ചി പിടിച്ചാൽ കിട്ടത്തില്ല. കാരണം രാജ്യത്തിന്റെ വിവിധ സംസ്ഥാനങ്ങളിൽ കോക്രോച്ച് ജനതാ പാർട്ടിക്ക് വേണ്ടി, ഈ വിദ്യാർത്ഥികൾക്ക് വേണ്ടി എല്ലാം മറന്ന് ജനങ്ങൾ തെരുവിലേക്ക് ഒഴുകി എത്തി കേട്ടോ. അത് കണ്ടപ്പോഴത്തേക്ക് നമ്മുടെ പ്രധാനമന്ത്രിക്ക് മനസ്സിലായി എൻ്റെ സ്ഥാനം കൂടെ തെറിക്കും, അതുകൊണ്ട് ലെവൻ എടുത്തങ്ങ് ദൂരെ കളഞ്ഞേക്കാന്ന്. അങ്ങനെ എടുത്തങ്ങ് കളഞ്ഞിട്ടുണ്ട്. ഇനി എന്തൊക്കെയാണ് സംഭവിക്കാൻ പോകുന്നതെന്നൊക്കെ നമുക്ക് കാത്തിരുന്നതിന് കാണാം. എന്തായാലും കൂറകളുടെ മുമ്പിൽ മുട്ടുമടക്കിയില്ലേ അമ്മച്ചി. ഈ അമ്മച്ചിക്ക് ഇനി എന്താ പറയാനുള്ളത്? പാകിസ്ഥാനിൽ നിന്നും ബംഗ്ലാദേശിൽ നിന്നും അഫ്ഗാനിസ്ഥാനിൽ നിന്നും ഖത്തറിൽ നിന്നും ഒക്കെ തീവ്രവാദികൾ വന്നിട്ട് ഈ സമരം വിജയിപ്പിച്ചു എന്ന് അമ്മച്ചി പറയുമോ? എന്താ പറയല്ലേ. തലയ്ക്ക് ലക്ഷ്യം ബോധവും വെളിവും വിവരമില്ലായ്മ അലങ്കാരമാക്കി കൊണ്ട് നടക്കുന്ന ഇതുപോലുള്ള വാഴകൾക്ക് ഞാൻ ഇനി എന്ത് മറുപടിയാണ് പറയട്ടെ? എൻ്റെ പ്രിയപ്പെട്ട പ്രേക്ഷകരെ, നിങ്ങളിത് കണ്ടിട്ട് നിങ്ങൾക്ക് ചിരിക്കാൻ തോന്നിയിട്ടുണ്ടെങ്കിൽ നന്നായിട്ട് ചിരിച്ചോ. കൂട്ടത്തിൽ ചേച്ചിക്ക് കൊടുക്കാനുള്ള മറുപടിയും പിന്നെ നമ്മളെ തീഹാർ ജയിലിലേക്ക് അയക്കാൻ വേണ്ടി കാത്തിരിക്കുന്ന കുറേ എണ്ണം ഉണ്ടല്ലോ, കൊടുക്കാൻ പറ്റുമെങ്കിൽ അങ്ങോട്ട് കൊടുക്കുക. അടുത്തൊരു വീഡിയോ കാണാം. ബൈ.